കരുവന്നൂർ കള്ളപ്പണ കേസിൽ 32 കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഇഡി ഉടൻ കണ്ടുകെട്ടും. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് പ്രൊവിഷണൽ ഓർഡർ ഓഫ് അറ്റാച്ച്മെന്റ് പുറത്തിറക്കും. കേസിലെ പ്രതികളുടെ 108 കോടി രൂപയുടെ സ്വത്തുവകകൾ ഇതുവരെ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ സ്വത്തുവകകൾ ലേലം ചെയ്ത് പണം വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർക്ക് കൈമാറണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ 108 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇഡി കണ്ടുകെട്ടിയിട്ടുള്ളത്. പിടിച്ചെടുത്ത സ്വത്തും പണവും കോടതി നടപടികൾക്ക് വിധേയമായി നിക്ഷേപകർക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് ഇഡി കലൂർ PMLA കോടതിയെ അറിയിച്ചിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി AK ബിജോയുടെ 30 കോടി 70 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ആദ്യം കണ്ടുകെട്ടിയിരുന്നു. പിന്നീട് ഇതുൾപ്പെടെ 88 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇഡി ഇതുവരെ 108 കോടി രൂപയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 88 കോടി രൂപയുടെ POA നടപടികൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വത്ത് കണ്ടുകെട്ടലിനെതിരായ അപ്പീലുകൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തള്ളിയിരുന്നു. 4 കോടി രൂപ വരെ വായ്പയെടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവരുടെ സ്വത്തുവകകളാണ് ഇനി കണ്ടുകെട്ടുന്നത്. 4 കോടി രൂപയ്ക്ക് മുകളിൽ വായ്പാ തട്ടിപ്പ് നടത്തിയവരായിരുന്നു ഒന്നാം ഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾ. കണ്ടുകെട്ടിയതിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്ഥിരപ്പെടുത്തിയ 88 കോടി രൂപയുടെ സ്വത്തുവകകൾ ലേലം ചെയ്ത് തനിക്ക് നഷ്ടമായ 33,27,500 രൂപ തിരികെ നൽകാൻ നടപടിയുണ്ടാകണമെന്ന നിക്ഷേപകനായ സഹദേവന്റെ ഹർജി കലൂർ PMLA കോടതിയുടെ പരിഗണനയിലാണ്. ഇതേ ആവശ്യത്തിൽ കൂടുതൽ ഹർജികൾ നൽകാൻ തയ്യാറെടുക്കുകയാണ് മറ്റു നിക്ഷേപകരും. കരുവന്നൂരടക്കം സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ പണം നഷ്ടമായ മുഴുവൻ ആളുകളുടെയും പണം തിരിച്ചു നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പണം തിരികെ നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. തുടർ നടപടികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.